എന്താ ഒരു പൗരുഷം! ആദ്യ മാത്രയിൽ തന്നെ ഈ രൂപം എന്റെ മനസ്സ് ഏന്തി വഴങ്ങി കയറി. കുട്ടിയുടെ റോളിനെ കുറിച്ച് അല്ല, നമുക്ക് നമ്മുടെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. ഓളൊരു മൊഞ്ചത്തി തന്നെ. അനക്ക് വിഷമില്ല. ഒതുക്കാൻ 2 പോണ്ട തരട്ടെ. എനിക്ക് പേടിയാ, ഞാൻ ഡേറ്റിങ്ങില്ല. ഞാനാണ് ഈ പടത്തിന്റെ പൊണാണ്. കാശ് മുടക്കുന്നത് ഇടയിൽ സാറ് സ്ക്രിപ്റ്റ് പോലും മാധുരി. അതായത് നമ്മുടെ നായിക വീട്ടിൽ തനിച്ച നമ്മളെ കാണാൻ വേണ്ടി താങ്കൾ പ്രേമം മൂത്ത് വരുന്നതാണ് രംഗം. സ്ക്രിപ്റ്റ് വായിച്ചില്ല. എന്നെ കണ്ടപ്പാ, ഇത് ട്രോളി സീനാണ്. എല്ലാം റെഡിയല്ലേ? റെഡി സാർ. മാഷേ റെഡിയല്ലേ? റെഡി. സൈലൻസ്, സൈലൻസ്, സ്റ്റാർട്ട് ക്യാമറ, ആക്ഷൻ. പരദൈവങ്ങളെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. കള്ളൻ എന്റെ പിന്നാമ്പുറത്തെ പറമ്പിലൂടെ. എന്റെ ചക്കരെ, ഇന്ന് 2-1 തീരുമാനമാകും. ഒന്നെങ്കിൽ കളരിക്ക് പുറത്ത്, അല്ലെങ്കിൽ നിന്റെ അച്ഛന്റെ നെഞ്ചത്ത്. ചേട്ടൻ പറഞ്ഞു വരുന്നത് കുറച്ചുകൂടി ഇമേഷൻ. കിച്ചേട്ടൻ പറഞ്ഞു വരുന്നത് നിന്റെ അച്ഛനോട് നേർക്കുനേർ സംസാരിക്കാൻ ഞാൻ ഒരാണിനെ പോലെ വന്നിരിക്കുകയാണ്. അയ്യോ, അച്ഛൻ വരുന്നു. അയ്യോ അച്ഛാ. അച്ഛന് എല്ലാം മനസ്സിലായി. മകളും അമ്മയെപ്പോലെ ദാനശീലയാണ്. എപ്പോഴും പിച്ചക്കാരെ വീട്ടിൽ കയറ്റി ഭക്ഷണം കൊടുക്കും. അയ്യോ അച്ഛ, ഇത് പിച്ചക്കാരനല്ല, ഇതെന്റെ കിച്ചനാണ്. ഞാൻ സ്നേഹിക്കുന്ന എന്റെ കൃഷ്ണേട്ടൻ. മാധുരി, ഞാൻ എന്തായി കേൾക്കുന്നത്? എനിക്കറിയാമോന്ന് അറിയത്തില്ല. എന്നെ പ്രസവിക്കുന്നതിന് 10 വർഷം മുമ്പ് എന്റെ അമ്മ മരിച്ചു. പിന്നെ നിന്നെ പെറ്റു വളർത്തിയത് ആ വേലക്കാരി ജാനുവും ഈ അച്ഛനും കൂടിയാണ്. അതെനിക്ക് അറിയാം അച്ഛ. പിന്നെ ഇവനെ മാത്രമേ നിനക്ക് കിട്ടിയുള്ളൂ പ്രേമിക്കാൻ. അമ്മാവ, അത് പിന്നെ അതാരാ നിന്റെ അമ്മാവൻ? പക്ഷെ കുറച്ചുകൂടി ഒന്ന് ഗൗരവം വേണം. സ്റ്റാർട്ട് ക്യാമറ, ആക്ഷൻ. നിന്റെ അമ്മാവൻ? സാർ, ഇവളെ ഞാൻ എന്റെ ജീവന് തുല്യം സ്നേഹിക്കുന്നു. വേണ്ട, എന്റെ അച്ഛനെ കുണ്ടിതപ്പെടുത്തി എനിക്കൊരു ജീവിതം വേണ്ട. അച്ഛൻ തൃപ്തിയായി മോളെ, തൃപ്തിയായി. ഫസ്റ്റ് സീൻ ഡബിൾ. കണ്ടപ്പാ,